പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്ര മനോഹരമായൊരു ദിവസം നൽകി ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. നല്ലൊരു ദിവസമായിരിക്കും. ഈശോയുടെ കരുതലും കരുണയും കടാക്ഷവും ഒക്കെ ഇന്നത്തെ ദിവസം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈശോ ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറയുമായിരുന്നു, അച്ഛാ, ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാം എഴുതി, പക്ഷെ പാസ്സായില്ല. അപ്പം അതിൻ്റെ മനോവിഷമവും നിരാശയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, പ്രാർത്ഥിക്കാൻ തോന്നുന്നേ ഇല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ, ദൈവം ആഗ്രഹിക്കുന്നതാണ് ജീവിതത്തിൽ നടക്കുക. നീ കഷ്ടപ്പെട്ടിരുന്നു. അച്ഛൻ, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു, നീ കഷ്ടപ്പെട്ടിട്ട് നിനക്ക് ആ പരീക്ഷയിൽ വിജയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നിരിക്കാം, അതല്ലെങ്കിൽ കർത്താവിൻ്റെ സമയമായിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് വിദേശത്തേക്ക് പോകാൻ ചെറിയൊരു തടസ്സമൊക്കെ അനുഭവപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, മോനെ, നിൻ്റെ ഭാവി അറിയാവുന്നത് കർത്താവിനാ. നീ ജർമ്മനി പോയ എങ്ങനെയാകുമെന്നൊക്കെ കാണുന്നത് കർത്താവാ. അപ്പോൾ കർത്താവ് നിൻ്റെ നന്മയ്ക്കല്ലാത്ത ഒരു കാര്യവും നിൻ്റെ ജീവിതത്തിൽ തരത്തില്ല. ചിലപ്പോൾ നീ ഇപ്പോൾ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവ് അപകടത്തിലാകുമെന്ന് കണ്ടത് കൊണ്ടായിരിക്കാം കർത്താവ് അങ്ങനെ ചെറിയൊരു തടസ്സം അനുവദിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഈശോയെ, ഇതാണ് എൻ്റെ ആവശ്യം, അങ്ങേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് തന്നാൽ മതി. പ്രാർത്ഥനയെന്ന് പറയുന്നൊരിടം ഈശോയുടെ ഇഷ്ടം കണ്ടെത്തേണ്ട ഒരിടമാണ്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് നൂറുകണക്കിന് നിയോഗങ്ങളുണ്ടാവും. പക്ഷെ ഈശോയുടെ അടുത്ത് കൊടുത്തിട്ട് പറയണം, ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഈ അനുഗ്രഹം തന്നാൽ മതി. നമ്മൾ കാണുമല്ലോ, മത്തായി 7:21, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരാരുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുന്നവരെത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈശോയുടെ ഇഷ്ടം എന്താണ് കണ്ടെത്തുക, ഈശോയുടെ ഹിതം എന്താണെന്ന് കണ്ടെത്തുക. മത്തായി 6:10 സ്വർഗസ്ഥനായ പ്രാർത്ഥനയുണ്ടല്ലോ. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈശോയുടെ നാമമാ, ദൈവത്തിൻ്റെ നാമമാ പൂജിതമാകേണ്ടത്, നമ്മുടെ നാമമോ നമ്മുടെ ഇഷ്ടമോ ഒന്നുമല്ല. അപ്പം പ്രാർത്ഥനയിൽ ഈശോയുടെ ഇഷ്ടം കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.